ഒരാൾക്ക് ഭയങ്കര കഴിവുണ്ടെന്ന് വിചാരിക്കുക. നന്നായിട്ട് പാട്ട് പാടും, നന്നായിട്ട് ഡാൻസ് ചെയ്യും, നന്നായിട്ട് ഡ്രൈവ് ചെയ്യും. ഈ കഴിവുകളൊന്നും എനിക്കില്ല. ഓക്കെ, പക്ഷേ ഇതൊന്നുമല്ല ഞാൻ പറയാൻ വന്നത്. ഇതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് ഒരാളൊരു കാര്യത്തിൽ ഭയങ്കര മിടുക്കിയാണ്, അല്ലെങ്കിൽ ഒരാൾക്ക് നല്ല കഴിവുണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയോ? വളരെ സിമ്പിളാണ്. ഇത്രയൊന്ന് പഠിച്ചു വെച്ചോളൂ. ദേ, ഗുഡ് അറ്റ്. ഇനി എനിക്ക് കഴിവില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ കഴിവുണ്ടെന്ന് പറഞ്ഞ് പറയാം കേട്ടോ. എൻ്റെ പേര് അർച്ചന എന്നാണ്. അപ്പോൾ എങ്ങനെ പറയും? അർച്ചന പാട്ട് പാടാൻ മിടുക്കിയാണെന്ന്, അല്ലെങ്കിൽ പാട്ട് നന്നായിട്ട് പാടും എന്നൊക്കെ ആണെങ്കിൽ അത് ഇങ്ങനെ പറയാം: അർച്ചന ഈസ് ഗുഡ് അറ്റ് സിംഗിങ്. എന്താണ്? അർച്ചന ഈസ് ഗുഡ് അറ്റ് സിംഗിങ്. ഓക്കെ, ഇനി എനിക്കില്ലാത്ത വേറൊരു കഴിവാണ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. എന്നാലും നിങ്ങൾ വേണേൽ ഒരു നുണ പറഞ്ഞു, അർച്ചന നന്നായിട്ട് ഡ്രൈവ് ചെയ്യും. എങ്ങനെ പറയും? അർച്ചന, പിന്നെ ഈ പറഞ്ഞല്ലേ, ഈസ് ഗുഡ് അറ്റ് ഡ്രൈവിംഗ്. കണ്ടോ? ഇനി മോശമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നമുക്ക് എന്ത് പറയാം? ബാഡ് അറ്റ്. എന്താണ്? ബാഡ് അറ്റ്. എന്തോ ഒരു എക്സാമ്പിൾ പറയാം. അർച്ചന ഈസ് ബാഡ് അറ്റ് മാത്സ്. അത് വലിയൊരു സത്യമാണ് കേട്ടോ. എനിക്ക് മാത്സ് ഭയങ്കര മോശമാണ്. അപ്പോൾ ഞാൻ പറയേണ്ടത് എങ്ങനെയാണ്? അർച്ചന ഈസ് ബാഡ് അറ്റ് മാത്തമാറ്റിക്സ്. ഓക്കെ, അപ്പോൾ എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് നല്ല കഴിവുണ്ട്, എന്തോ ഒരു കാര്യത്തിൽ കഴിവില്ല. അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് ഈ ഒരു കാര്യം, അതായത് ഗുഡ് അറ്റും ബാഡ് അറ്റും ഒന്ന് യൂസ് ചെയ്ത് കുറച്ച് എക്സാമ്പിൾസ് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ എങ്ങനെയാണ്? നിങ്ങൾക്ക് ക്ലാസ്സിൽ കാണാം കേട്ടോ. ശരി.